This call is now being recorded. So we are representing the first or friend carbon atom using a circle in Newman projection. We are representing the friend carbon as a circle and the back carbon is represented as a dot. Front carbon as a circle, second or back carbon as a dot. And the substituents on the front carbon, the substituents on the front carbon are drawn from the center of the circle. The substituents on the front carbon are drawn from the center of the circle. Substituents on the back carbon are drawn from the boundary of the circle. ആ റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫ്രണ്ട് കാർബണിലെ സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ്. ബ്ലൂ കളറിലുള്ള ലൈൻസ് ആ ബോണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബാക്ക് കാർബണിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻസും ആണ്. ഓക്കെ, അത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. Then, how to draw the conformations, Newman projection of ethane molecule. How to draw Newman projection of ethane molecule. ഇങ്ങനെയാണ് ഈഥെയിൻ മോളിക്യൂളിൻ്റെ ന്യൂമാൻ പ്രൊജക്ഷൻ വരയ്ക്കുന്നത്. അപ്പോൾ എന്താണ് ഈഥെയിൻ മോളിക്യൂൾ? ഇറ്റ് ഈസ് CH3CH3. There are 2 carbon atoms in ethane and 6 hydrogen atoms, C2H6 or CH3CH3 അല്ലേ? CH3CH3 അല്ലെങ്കിൽ C2H6 അതാണ് ഈഥെയിൻ. നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഫ്രണ്ട് കാർബണിനെ സർക്കിളായിട്ട് വരയ്ക്കുന്നു. ബാക്ക് കാർബൺ ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ ഡോട്ട് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ and the substituents on the front carbon are drawn from the center of the circle and the substituents on the back carbon are drawn from the boundary of the circle. There are 2 carbon atoms in ethane. The front carbon is represented as a circle. Front carbon is represented as a circle. Back carbon is represented as a dot at the center of the circle. And the substituents on the front carbon are drawn from the center of the circle. അത്രയും വരയ്ക്കുന്നത് മനസ്സിലായോ? And the back carbon are drawn from the boundary of the circle. ഇത്രയും മനസ്സിലായോ? സോ ഫ്രണ്ട് കാർബൺ ഒരു സർക്കിളായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ബാക്ക് കാർബണിനെ ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ ഒരു ഡോട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഫ്രണ്ട് കാർബണിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻസിനെ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ലൈൻസ് യൂസ് ചെയ്ത് ഫ്രണ്ട് കാർബണിലെ സബ്സ്റ്റിറ്റ്യൂവൻസിനെ വരയ്ക്കുന്നു. ബാക്ക് കാർബണിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻസ് ആണെങ്കിൽ സർക്കിളിൻ്റെ ബൗണ്ടറിയിൽ നിന്ന് വരയ്ക്കുന്നു. ഇനി നമ്മൾ ഈ വരച്ചിരിക്കുന്നത് സ്റ്റാഗേർഡ് കൺഫോർമേഷൻ ആണ്. ഈ ഹൈഡ്രജൻ ആറ്റംസ് കൂടെ വരക്കട്ടെ. ഇവിടെയൊക്കെ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂവൻസ്, സിൻസ് ഇറ്റ് ഈസ് എ ഈഥെയിൻ മോളിക്യൂൾ, സബ്സ്റ്റിറ്റ്യൂവൻസ് ആർ ഹൈഡ്രജൻ ആറ്റംസ്. സബ്സ്റ്റിറ്റ്യൂവൻസ് ആർ ഹൈഡ്രജൻ ആറ്റംസ്. ഓക്കെ, സോ ബോൺസ് റെപ്രസെന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ബോണ്ടിൽ ഏതാണോ സബ്സ്റ്റിറ്റ്യൂവൻ്റ്, ഏത് ആറ്റാണോ വരുന്നത് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പാണോ വരുന്നത് അതിനെ അവിടെ എഴുതി.
ഇനി ഞാൻ പറയുന്നു, ഈ കൊടുത്തിരിക്കുന്നത് ഒരു സ്റ്റാഗേർഡ് റെപ്രസെന്റേഷൻ ആണ്. എന്ന് വെച്ചാൽ എന്താ? സ്റ്റാഗേർഡ് റെപ്രസെന്റേഷൻ, എക്ലിപ്സ്ഡ് കൺഫോമർ, അങ്ങനെയൊക്കെയുള്ള വേർഡ്സ് കേട്ടിട്ടില്ലേ? സ്റ്റാഗേർഡ് കൺഫർമേഷൻ, എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. എന്താ ഈ സ്റ്റാഗേർഡ് കൺഫർമേഷൻ? സെയിം ഈ ഈഥെയ്ൻ മോളിക്യൂളിനെ തന്നെ നമുക്ക് വേറൊരു മെത്തഡിലും വരക്കാം. എങ്ങനെ വരക്കാം? ഫ്രണ്ട് കാർബൺ ഈസ് റെപ്രസെന്റഡ് ആസ് എ സർക്കിൾ, ബാക്ക് കാർബൺ as a dot at the center of the circle. Substituents on the front carbon are drawn from the center of the circle, and the substituents of the back carbon are drawn from the boundary of the circle. Okay. Then ഏതൊക്കെയാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവൻസ്? സിൻസ് ഇറ്റ് ഇസ് എൻ ഈഥെയ്ൻ മോളിക്യൂൾ, all the substituents are hydrogen atoms. All the substituents are hydrogen atoms. Then, what is the difference between first and second figure? എന്താണ് ഞാൻ വരച്ചിരിക്കുന്ന ആദ്യത്തെ ഫിഗറും രണ്ടാമത്തെ കൺഫർമേഷനും തമ്മിലുള്ള ഡിഫറൻസ്? What is the difference between first and second conformer? എനിക്കൊരു ഡിഫറൻസും തോന്നില്ല. What about the carbon hydrogen bonds on the front and back carbon? ആ ഫ്രണ്ട് കാർബണിലെ CH ബോണ്ടും ബാക്ക് കാർബണിലെ CH ബോണ്ടും അതെങ്ങനെയുള്ളത്? സ്റ്റാഗേർഡ് കൺഫോമറിലാണെങ്കിൽ ഫ്രണ്ട് കാർബണിലെ CH ബോണ്ടും ബാക്ക് കാർബണിലുള്ള CH ബോണ്ടും they are far apart. And in the eclipsed conformation, means second figure, the carbon hydrogen bonds on both carbon atoms are closer. അങ്ങനെയാണോ? സ്റ്റാഗേർഡ് കൺഫർമേഷനിൽ ഫ്രണ്ട് കാർബണിലെ ഹൈഡ്രജനും ബാക്ക് കാർബണിലെ ഹൈഡ്രജനും they are at maximum distance. They are far apart. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അങ്ങനെയുള്ള കൺഫർമേഷനെയാണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് പറയാം. അത് നമ്മൾ പഠിച്ചതല്ലേ സ്റ്റാഗേർഡ് കൺഫർമേഷൻ? +2 മറ്റോ ഉണ്ടല്ലോ സ്റ്റാഗേർഡ് കൺഫർമേഷൻ. യെസ് ആൻഡ് ദെൻ സെക്കൻഡ് വരച്ചത് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആണ്. എന്താണ് അവിടെ ഫ്രണ്ട് കാർബണിലുള്ള ഹൈഡ്രജനും ബാക്ക് കാർബണിലുള്ള ഹൈഡ്രജനും they are closest. Hydrogen on the back carbon and hydrogen on the front carbon are closest. ഇവരെങ്ങനെയാണുള്ളത്? ഏറ്റവും അടുത്താണുള്ളത്. അത് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആണ്. ആ കൺഫർമേഷൻ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് എങ്ങനെയാണ് ഈ ന്യൂമാൻ പ്രൊജക്ഷൻ വരക്കുന്നതെന്ന് മനസ്സിലായോ? ഈഥെയ്ൻ മോളിക്യൂളിന്റെ ന്യൂമാൻ പ്രൊജക്ഷൻ എങ്ങനെയാണ് വരക്കുന്നത് അത് മനസ്സിലായോ?
അത് മനസ്സിലായാൽ പിന്നെയുള്ളത് ഇങ്ങനെ രണ്ട് പോസിബിലിറ്റീസ് ഈഥെയ്ൻ മോളിക്യൂളിനുണ്ട് എന്നുള്ളതാണ്. സ്റ്റാഗേർഡും എക്ലിപ്സ്ഡും ഈഥെയ്ൻ മോളിക്യൂളിന് എക്സിസ്റ്റ് ചെയ്യുന്നു. ഇത് നോട്ട് ചെയ്തിട്ടുണ്ടാവല്ലോ, ന്യൂമാൻ പ്രൊജക്ഷൻ ഓഫ് ഈഥെയ്ൻ മോളിക്യൂൾ. Okay. Then how to draw Newman projection of butane? How to draw Newman projection of butane? അത് കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അത് പറയുമ്പോൾ അത് പറയാം. അതായത് ന്യൂമാൻ പ്രൊജക്ഷൻ ഓഫ് ബ്യൂട്ടൈൻ വരയ്ക്കുന്ന സിറ്റുവേഷൻ നമുക്കുണ്ട്, കുറച്ച് കഴിയുമ്പോൾ വരും. അത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇൻ കേസ് നിങ്ങളോട് ന്യൂമാനെ കുറിച്ച് എഴുതാൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? എങ്ങനെയാണ് ഈ റെപ്രസെൻറ്റേഷൻ വരിക എന്നൊക്കെ എഴുതുക. ആ ഫസ്റ്റ് സ്ലൈഡിൽ ഉണ്ടായിരുന്ന പോയിന്റ്സ് അതൊക്കെ എഴുതുക. എന്നിട്ട് അതിന് എക്സാമ്പിളായിട്ട് ഒരു കൺഫർമേഷൻ അതുകൂടെ വരയ്ക്കുക. അത് ഈഥെയ്ൻ്റെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു, അത് തന്നെ വരച്ചാൽ മതി. അത്രയും ഓക്കെ ആണല്ലോ. ന്യൂമാൻ പ്രൊജക്ഷൻ ചോദിച്ചാൽ ആ പോയിന്റ്സ് എഴുതുക, എന്നിട്ട് അതിൻ്റെ എക്സാമ്പിളായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈഥെയ്ൻ്റെ കൺഫർമേഷൻ അത് വരയ്ക്കുക. അത് ഓക്കെ ആണല്ലോ നമുക്ക്. ഓക്കെ, ഇപ്പം അവിടെ നിൽക്കട്ടെ, ഇപ്പം അത്രയും മതി. ബ്യൂട്ടൈനിൻ്റെത് അത് എടുക്കുമ്പോൾ പറഞ്ഞുതരാം. Then this is the fourth way of representing 3D structure, Sohor's projection. First method was wedge hash projection, second Fisher projection, third Newman projection, and this is the fourth, Sohor's projection. ഇതും +1 +2 ഉണ്ടായിരുന്നല്ലോ അല്ലേ? So here that molecule is viewed from an angle rather than front. That molecule is viewed from an angle rather than front. നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന 3 മെത്തേഡ്സും ആ മോളിക്യൂളിനെ അതിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ന്യൂമാൻ പ്രൊജക്ഷനിലൊക്കെ ഫ്രണ്ട് സർക്കിൾ മാത്രം കാണുന്നു എന്ന് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ്? ആ മോളിക്യൂളിനെ നമ്മൾ ഫ്രണ്ടിൽ നിന്നാണ് നോക്കുന്നത്. സോഹോഴ്സ് പ്രൊജക്ഷനിലാണെങ്കിൽ ആ മോളിക്യൂളിനെ ഒരു ആംഗിളിലാണ് നോക്കുന്നത്. നിങ്ങൾക്ക് താഴത്തെ ഫിഗർ കണ്ടാൽ മനസ്സിലാവും, അതൊരു ആംഗിളിലാണ്, ഫ്രണ്ടിൽ നിന്നല്ല നോക്കുന്നത്, ഒരു ആംഗിളിൽ വെച്ചിട്ടാണ് നോക്കുന്നത്. സോ മോളിക്യൂൾ ഈസ് വ്യൂഡ് ഫ്രം ആൻ ആംഗിൾ rather than front in Sohor's projection. And we can represent both eclipsed and staggered conformation for in Sohor's projection. We can represent both eclipsed and staggered conformations through Sohor's projection. Using Sohor's projection, we can represent eclipsed and staggered representations. സോ നമ്മൾ നേരത്തെ ന്യൂമാൻ പ്രൊജക്ഷൻ പറഞ്ഞപ്പോൾ അവിടെ എക്ലിപ്സ്ഡ് സ്റ്റാഗേർഡ് പ്രൊജക്ഷൻസ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ സോഹോഴ്സ് പ്രൊജക്ഷനിലും എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫോർമേഷൻസ് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി അതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നിങ്ങളോട് സോഹോഴ്സ് പ്രൊജക്ഷനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ എഴുതണമല്ലോ. എക്സാമ്പിൾ എഴുതണമെങ്കിൽ അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് മനസ്സിലാവണ്ടേ? അപ്പം എങ്ങനെയാണ് വരയ്ക്കുന്നത്? ആദ്യം ഞാൻ പറയുന്നത് എക്ലിപ്സ്ഡ് കൺഫർമേഷനാണ്. ഇതും ഈഥെയ്ൻ മോളിക്യൂളാണ്, 2 കാർബൺ ആറ്റംസ് ആണ്. ഒരു കാർബൺ ആറ്റം ഇവിടെ, ഒരു കാർബൺ ആറ്റം ഇവിടെ. സോ ഈഥെയ്ൻ മോളിക്യൂളിൻ്റെ സോഹോഴ്സ് പ്രൊജക്ഷനാണ് ആ കൊടുത്തിരിക്കുന്ന രണ്ടും. ഇനി
എങ്ങനെയാണ് എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ, ഇഥേനിൻ്റെ എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ സോഹോഴ്സ് പ്രൊജക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് വരയ്ക്കുന്നത്? നമുക്കറിയാം, എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ മീൻസ് the carbon hydrogen bonds on both carbon are closest. ഫ്രണ്ട് കാർബണിലുള്ള കാർബൺ ഹൈഡ്രജൻ ബോണ്ടും ബാക്ക് കാർബണിലുള്ള കാർബൺ ഹൈഡ്രജൻ ബോണ്ടും ക്ലോസസ്റ്റ് ആണ്. എവിടെ? എക്ലിപ്സ്ഡ് കൺഫോർമേഷനിൽ. അപ്പം അങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം ഫ്രണ്ട് കാർബണിനെ വരയ്ക്കുക. ഫ്രണ്ട് കാർബൺ അറ്റ് ദ സെൻറ്റർ. ഇതൊക്കെ ആ കാർബണിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ്. അത്രയും നമ്മൾ വരച്ചു. ദെൻ വി ഹാവ് ടു ഡ്രോ ബാക്ക് കാർബൺ. എന്ത് ചെയ്യണം? ഒരു ആംഗിളിൽ ബാക്ക് കാർബണിനെ വരയ്ക്കുക. ദർ ഇസ് ദ ബാക്ക് കാർബൺ. ദെൻ ആ ബാക്ക് കാർബണിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻസിനെ വരയ്ക്കണം. അത് വരയ്ക്കുമ്പോഴാണ് നമ്മൾ നോക്കുന്നത് കൺഫർമേഷൻ സ്റ്റാഗേർഡ് ആണോ എക്ലിപ്സ്ഡ് ആണോ എന്ന്. എക്ലിപ്സ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഫ്രണ്ടിൽ എവിടെയൊക്കെയാണോ സബ്സ്റ്റിറ്റ്യൂവൻസിനെ വരച്ചത് അതിൻ്റെ തൊട്ട് പിന്നിൽ തന്നെ വരക്കണം. എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആണെങ്കിൽ ഫ്രണ്ട് കാർബണിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻസിനെ നമ്മൾ എവിടെയൊക്കെയാണോ വരച്ചത് അതിൻ്റെ തൊട്ട് പിന്നിൽ തന്നെ ബാക്ക് കാർബണിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻസിനെയും വരയ്ക്കണം. നമ്മൾ വരയ്ക്കുവാണേ. ഓക്കെ. ഇനി നമ്മൾ വരച്ചിരിക്കുന്നത് ഈഥെയ്ൻ മോളിക്യൂളിനാണ് അല്ലേ? സോ വി ഹാവ് ടു റൈറ്റ് ഹൈഡ്രജൻ. This is the eclipsed conformation of ethane using Sohor's projection. മനസ്സിലായോ? Clear or repeat? ഓക്കെ, ആരും റിപ്പീറ്റ് പറഞ്ഞിട്ടില്ല അല്ലേ? ഇനി സോഹോഴ്സ് പ്രൊജക്ഷൻ യൂസ് ചെയ്ത് ഹൗ ടു ഡ്രോ സ്റ്റാഗേർഡ് കൺഫോർമേഷൻ ഓഫ് ഈഥെയ്ൻ. എഗെയിൻ നമ്മൾ അതുപോലെ തന്നെ വരയ്ക്കുക. ഫ്രണ്ട് കാർബണിനെ എടുക്കുക, അതിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻസ്, then back carbon at an angle. Back carbon at an angle. ബാക്ക് കാർബൺ അവിടെ റെപ്രസെന്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ കൺഫർമേഷൻ സ്റ്റാഗേർഡ് ആണല്ലേ? നമ്മുടെ കൺഫർമേഷൻ സ്റ്റാഗേർഡ് ആണ്. സോ ദ കാർബൺ ഹൈഡ്രജൻ ബോണ്ട്സ് മസ്റ്റ് ബി ഫാർ അപ്പാർട്ട്. ഫ്രണ്ട് കാർബണിലുള്ള ഹൈഡ്രജൻ ആറ്റംസും ബാക്ക് കാർബണിലുള്ള ഹൈഡ്രജൻ ആറ്റംസും മാക്സിമം ഡിസ്റ്റൻസിൽ വേണം വരാൻ. എങ്ങനെ വരയ്ക്കും? ഒന്നൊന്നിൻ്റെ പിറകിലായിട്ടല്ല, മാക്സിമം ഡിസ്റ്റൻസിലാണ് വരയ്ക്കേണ്ടത്. ദെൻ ഈ ബോണ്ട് എന്തൊക്കെയാണ്? ഹൈഡ്രജൻ ആണ്, ഈഥെയ്ൻ മോളിക്യൂൾ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂവൻസ് ആർ ഹൈഡ്രജൻ ആറ്റംസ്. H H H H H. All the substituents are hydrogen atoms. Staggered conformation. Carbon hydrogen bonds on both carbon are far apart. So we can draw like this. അത് ക്ലിയർ ആണോ?
ഓക്കെ അനാമിക. ഇത്രയാണ് നമ്മുടെ 3D സ്ട്രക്ചേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻസ്. These are the 4 methods to represent 3D structures: wedge hash, Fisher projection, Newman projection and Sawhorse projection. ഇനി ഇതൊന്നും അല്ലാതെ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു പ്രൊജക്ഷൻ മെത്തേഡിൽ തന്നിട്ട് അതിനെ വേറെ ഒരു പ്രൊജക്ഷൻ മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. സപ്പോസ് നിങ്ങൾക്കിപ്പോൾ വെഡ്ജ് ഹാഷിൽ തരുന്നു, അതിനെ ന്യൂമാൻ പ്രൊജക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയുള്ള കൺവേർഷൻസ് അതെനിക്ക് തോന്നുന്നു നമുക്ക് ഓഫ്ലൈനായിട്ട് ഡിസ്കസ് ചെയ്യാം. അതെവിടെ പറഞ്ഞാൽ ഫുൾ കൺഫ്യൂസ്ഡ് ആയി പോവും. അതുകൊണ്ട് അത് ഓഫ്ലൈനിൽ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നിങ്ങൾ ഈ റെപ്രസെൻറ്റേഷൻസും അതിൻ്റെ ഓരോ എക്സാമ്പിൾസും വെച്ച് പഠിക്കുക. ഓക്കെ. നമ്മളൊരു പുതിയ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന പ്രൊജക്ഷൻ മെത്തേഡ്സ് യൂസ് ചെയ്ത് ഒരു കാർബൺ ആറ്റത്തിന് എങ്ങനെയാണ് RS നൊട്ടേഷൻ കൊടുക്കുക. ഓൾറെഡി നമ്മൾ പഠിച്ചത് EZ നൊട്ടേഷനാണ്. ആൻഡ് ദാറ്റ് വാസ് ഫോർ ആൽക്കീൻസ്. ആൽക്കീൻസിന് നമ്മൾ സിസ് ട്രാൻസ് കൊടുക്കാൻ കഴിയാത്തിടത്ത് EZ നൊട്ടേഷൻസ് കൊടുത്തിരുന്നു. ഇവിടെ RS നൊട്ടേഷനാണ്. അത് ആൽക്കീൻസിനല്ല, ഒരു കാർബണിനാണ് നമ്മൾ കൊടുക്കുന്നത്. RS നൊട്ടേഷൻ കൊടുക്കുന്നത് ഒരു കാർബണിനാണ്. എങ്ങനെയുള്ള കാർബണാണ്? ആ കാർബണിൻ്റെ 4 വാലൻസീസും 4 ഡിഫറെൻറ്റ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് യൂസ് ചെയ്തിട്ടാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള കാർബണിൻ്റെ 4 വാലൻസീസും 4 ഡിഫറെൻറ്റ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് യൂസ് ചെയ്തിട്ടാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ, 4 പൊസിഷനിലും 4 വേക്കൻസീസിലും 4 ഡിഫറെൻറ്റ് ആറ്റംസ് ഓർ ഗ്രൂപ്പ് ആണെങ്കിൽ that carbon is known as chiral carbon. That carbon is known as chiral carbon. അങ്ങനെയുള്ള chiral കാർബൺസിനാണ് RS നൊട്ടേഷൻ കൊടുക്കുന്നത്. അങ്ങനെയുള്ള chiral കാർബണിനാണ് RS നൊട്ടേഷൻ കൊടുക്കുന്നത്. എന്താണ് RS നൊട്ടേഷൻ? It is a method suggested by Kahn, Ingold and Prelog. They are the scientists who proposed RS notation. Kahn, Ingold and Prelog are the scientists who proposed RS notation. അത് നമുക്ക് എന്തായാലും എക്സാമിന് ചോദിക്കില്ല, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ RS notation യൂസ് ചെയ്യുന്നത്? It is used to describe absolute configuration of a chiral center. It is used to describe absolute configuration of a chiral center. Then what do you mean by absolute configuration? Absolute configuration is the 3-dimensional configuration of atoms or groups in an asymmetrical molecule. എന്താ പറഞ്ഞേ? നമുക്കൊരു മോളിക്യൂൾ ഉണ്ട്, ഒരു കാർബൺ സെൻറ്ററിൽ വരുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്. ആ മോളിക്യൂളിൽ എന്തുണ്ടാവും? ആ കാർബണിൻ്റെ 4 വാലൻസീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആറ്റംസ് ഉണ്ടാവും. കാർബൺ ആൻഡ് ഇറ്റ്സ് 4 വാലൻസീസ്. ആ 4 വാലൻസീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന 4 ഡിഫറെൻറ്റ് ആറ്റംസ് ഉണ്ടാവും. സപ്പോസ് A, B, C and D. These are the 4 different atoms attached with the carbon. Such carbon are known as chiral carbon. ഇങ്ങനെയുള്ള കാർബണിനെയാണ് chiral carbon എന്ന് പറയുന്നത്. Then
ഇങ്ങനെയുള്ള മോളിക്യൂളിൻ്റെ 3 ഡയമെൻഷണൽ കോൺഫിഗറേഷൻ അതെന്താണ്? നമ്മൾ ഈ പറയുന്ന എ ബി സി ഡി എന്നുള്ള ആറ്റത്തിന് ഒന്നുകിൽ ആ പേപ്പറിൻ്റെ പ്ലെയിനിൽ നിൽക്കാം, അല്ലെങ്കിൽ പേപ്പറിൻ്റെ പ്ലെയിനിൻ്റെ മുന്നോട്ട് വരാം, പേപ്പറിൻ്റെ പ്ലെയിനിൻ്റെ പിന്നിലേക്ക് പോകാം. അങ്ങനെ ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് പോസിബിൾ ആണ്. ആ 3 ഡയമെൻഷണൽ കോൺഫിഗറേഷനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ്, അതായത് ആ ഗ്രൂപ്പ്സ് ഓർ ആറ്റംസ് എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RS നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് absolute configuration of a chiral center. And absolute configuration is the 3-dimensional configuration of groups or atoms in an asymmetrical molecule. And there are 4 steps for assigning RS notation. ഈ RS notation assign ചെയ്യാൻ we have to follow 4 steps. ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചത് RS നൊട്ടേഷൻ അപ്ലൈ ചെയ്യാനുള്ള സ്റ്റെപ്സ് ആയിരുന്നു. 6 മാർക്കിനോ 8 മാർക്കിനോ മറ്റോ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ഈ അവറിൽ ആ റൂൾസ് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ആ സ്റ്റെപ്സ് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് അവർ ട്യൂട്ടോറിയൽ അവറായി എടുത്തിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മോളിക്യൂൾസിൻ്റെ RS നൊട്ടേഷൻസ് അസൈൻ ചെയ്യുക കേട്ടോ. Then what are the steps? First step, assign priorities to various groups attached to the chiral carbon. So first step is assigning priority, and it is based on some rules. First step is assign priority to various groups attached to the chiral carbon. And for assigning priority order, we have to follow these. Order of priority is based on number of atoms directly attached to the chiral carbon. So we have to assign priority order, and it is based on atomic number. Greater the atomic number, higher will be the priority. കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? പ്രയോറിറ്റി ഇൻക്രീസ് ചെയ്യും. നമുക്കിവിടെ കാർബണിൽ AB എന്നുള്ളൊരു ഗ്രൂപ്പുണ്ട്. AB എന്നുള്ള ഗ്രൂപ്പുണ്ട്. നമ്മുടെ ആരുടെ അറ്റോമിക് നമ്പർ ആണെന്ന് നോക്കുക. എയുടെ ആണോ, ബിയുടെ ആണോ, ABയുടെ ആണോ? കാർബണിലേക്ക് യെസ്, എയുടെ ഇത് കൺസിഡർ ചെയ്യണം. എന്താ നമ്മളോട് പറഞ്ഞേ അതിൽ? ഓർഡർ ഓഫ് പ്രയോറിറ്റീസ് ബേസ്ഡ് ഓൺ അറ്റോമിക് നമ്പർ ഓഫ് ആറ്റംസ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു ദ chiral carbon. ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു ദ chiral carbon. അപ്പോൾ ഈ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റം അത് A ആണ്. B എന്ന് പറയുന്നത് എയിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. chiral കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് A ആണ്. ആ എയിലാണ് B അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആരുടെ അറ്റോമിക് നമ്പർ നോക്കണം? എയുടെ അറ്റോമിക് നമ്പർ നോക്കണം. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണല്ലോ? Then the second point, if 2 or more atoms attached to the chiral carbon are same, then the atoms next to those atoms are taken into consideration for determination of the priority order. If they are also same, can take the third atom. നോക്കാം എന്താണത്. So here AB is attached to carbon, AC is attached to carbon. Then ഇതിൽ ആർക്കായിരിക്കും ഹയർ പ്രയോറിറ്റി കിട്ടുക? നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഫസ്റ്റ് ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ കൺസിഡർ ചെയ്യണം അല്ലേ? ഫസ്റ്റ് ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് നോക്കുമ്പോൾ അതിൽ ഫസ്റ്റ് ആറ്റം A ആണ്. ഈ ഒരു ഗ്രൂപ്പ് നോക്കിയാലും ഫസ്റ്റ് ആറ്റം A ആണ്.
അപ്പം നമ്മൾ എന്താ ചെയ്യുക? കൈറാൽ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ആറ്റം സിമിലർ ആണെങ്കിൽ വി ഹാവ് ടു കൺസിഡർ സെക്കൻഡ് ആറ്റം. എന്നിട്ട് സെക്കൻഡ് ആറ്റത്തിൽ ആർക്കാണോ ഹയർ അറ്റോമിക് നമ്പർ വരുന്നത് നോക്കുക. ഇനി അല്ല സെക്കൻഡ് ആറ്റവും സിമിലർ ആണെങ്കിൽ വി ഹാവ് ടു കൺസിഡർ തേർഡ് ആറ്റം. അവിടെ സെക്കൻഡ് ആറ്റവും സെയിം ആയിരുന്നെങ്കിൽ, രണ്ടും AC ആയിരുന്നെങ്കിൽ അടുത്ത ആറ്റത്തിനെ കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. കൈറാൽ കാർബണിലേക്ക് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്യുന്ന ഫസ്റ്റ് ആറ്റം സിമിലർ ആണെങ്കിൽ വി ഹാവ് ടു കൺസിഡർ സെക്കൻഡ് ആറ്റം. ഇഫ് സെക്കൻഡ് ആറ്റം അതിൽ ആർക്കാണോ ഹയർ അറ്റോമിക് നമ്പർ വരുന്നത് അവിടെയാണ് ഹയർ പ്രയോറിറ്റി വരുന്നത്. ഇനി അങ്ങനെയല്ല, സെക്കൻഡ് ആറ്റവും സിമിലർ ആണെങ്കിൽ വി ഹാവ് ടു കൺസിഡർ തേർഡ് ആറ്റം. സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? അതിൻ്റെ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. അടുത്ത പോയിന്റിലേക്ക് പോട്ടെ. കഴിഞ്ഞിട്ടില്ല, പ്രയോറിറ്റി ഓർഡർ കൊടുക്കാൻ ഇനിയും സ്റ്റെപ്സ് ഉണ്ട്. ഇൻ ദ കേസ് ഓഫ് ഐസോടോപ്സ്, if two isotopes of same element are present, then heavier isotope has higher priority. If two isotopes of same element are present, the heavier isotope has higher priority. എന്താ ഈ ഐസോടോപ്പ്? സെയിം എലമെന്റിന്റെ തന്നെ ഡിഫറെന്റ് മാസ് നമ്പർ വരുന്ന സ്പീഷീസ് ആണ് ഐസോടോപ്പ്. സെയിം എലമെന്റിന്റെ ഡിഫറെന്റ് മാസ് നമ്പർ വരുന്ന സ്പീഷീസ്. ഇവിടെ ഇപ്പം കാർബൺ 13ഉം കാർബൺ 12ഉം, കാർബണിന്റെ തന്നെ ഡിഫറെന്റ് മാസ് നമ്പർ വരുന്ന 13ഉം 12ഉം സ്പീഷീസ് ആണ് ഐസോടോപ്സ്, കാർബണിന്റെ ഐസോടോപ്പ്. അപ്പം അങ്ങനെയുള്ള ഐസോടോപ്സ് വന്നാൽ അതിലെ ഹെവിയർ ഐസോടോപ്പിനായിരിക്കും ഹയർ പ്രയോറിറ്റി. മീൻസ് ഹയർ മാസ് നമ്പർ ഉള്ള ഐസോടോപ്പിനാണ് ഹയർ പ്രയോറിറ്റി. Here C13 has higher priority over C12. കാർബണിൻ്റെ C13, C12 ഐസോടോപ്പ് നമ്മൾ കൺസിഡർ ചെയ്താൽ C13 അവിടെയാണല്ലോ മാസ് നമ്പർ കൂടുതൽ. സോ C13 ഹയർ പ്രയോറിറ്റി ദാൻ C12. ഇനി ഹൈഡ്രജൻ്റെ ഐസോടോപ്സ് കൺസിഡർ ചെയ്യുന്നു. ഹൈഡ്രജൻ്റെ ഐസോടോപ്സ് എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയം, ട്രിഷ്യം. പ്രോട്ടീൻ 1H1 ആണ്, ഡ്യൂട്ടീരിയം 2H1 ആണ്. അപ്പം എവിടെയാണ്? ഡ്യൂട്ടീരിയത്തിനാണ് ഹയർ മാസ് നമ്പർ 2H. അതുകൊണ്ട് പ്രോട്ടിയവും ഡ്യൂട്ടീരിയവും വന്നാൽ ഡ്യൂട്ടീരിയത്തിനെയാണ് ഹയർ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഡ്യൂട്ടീരിയം ഗ്രേറ്റർ ദാൻ ഹൈഡ്രജൻ. ഹെവിയർ ഐസോടോപ്പ്, ദാറ്റ് മീൻസ് ഹയർ മാസ് നമ്പർ ഉള്ള ഐസോടോപ്പ് has higher priority. Then, how to determine order of priority for multiple bonds? For determining order of priority, multiple bonds are treated as separate single bonds. ഈ നമ്മുടെ കോമ്പൗണ്ടിൽ സപ്പോസ് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരികയാണെങ്കിൽ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട്, ഇവിടെ ഇപ്പോൾ ഒരു കാർബണിലേക്ക് അറ്റാച്ച് ചെയ്ത് COOH വരികയാണ്, കാർബോക്സിലിക് ഗ്രൂപ്പ് വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡബിൾ ബോണ്ടിനെ വി ഹാവ് ടു കൺസിഡർ ഇറ്റ് ആസ് സെപ്പറേറ്റ് സിംഗിൾ ബോണ്ട്സ്. ആ ഡബിൾ ബോണ്ടിനെ നമ്മൾ 2 സിംഗിൾ ബോണ്ടായിട്ട് കൺസിഡർ ചെയ്യണം. ഡബിൾ ബോണ്ടിനെ 2 സെപ്പറേറ്റ് സിംഗിൾ ബോണ്ടായിട്ട് കൺസിഡർ ചെയ്യണം. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ വി ഹാവ് ടു കൺസിഡർ ഇറ്റ് ആസ് 3 സിംഗിൾ ബോണ്ട്സ്. 3 സിംഗിൾ ബോണ്ടായിട്ട് കൺസിഡർ ചെയ്യണം. ഡബിൾ ബോണ്ട് ആണെങ്കിൽ 2 സെപ്പറേറ്റ് സിംഗിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ 3 സിംഗിൾ ബോണ്ടായിട്ട് കൺസിഡർ ചെയ്യണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ
ഈ കാർബൺ ഉണ്ടല്ലോ, ഞാൻ ഈ റെഡ് കൊണ്ട് എഴുതിയ കാർബൺ, ആ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ COOH, അത് ഏതൊക്കെ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു? ഇവിടെ ഡബിളി ബോണ്ടഡ് ആയിട്ടുള്ള ഒരു ഓക്സിജൻ, ഡബിളി ബോണ്ടഡ് ഓക്സിജൻ മീൻസ് 2 ഓക്സിജൻ വിത്ത് സിംഗിൾ ബോണ്ട്സ്. ഡബിൾ ബോണ്ടുള്ള സിസ്റ്റത്തെ നമ്മൾ 2 സിംഗിൾ ബോണ്ടുള്ള സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? കാർബൺ അറ്റാച്ച്ഡ് ടു ആൻ ഓക്സിജൻ, കാർബൺ അറ്റാച്ച്ഡ് ടു ആൻ ഓക്സിജൻ, ഇത് 2 ഓക്സിജനായിട്ട് കൺസിഡർ ചെയ്യണം. ആൻഡ് ഹിയർ ഈസ് അനദർ ഓക്സിജൻ, OH ഗ്രൂപ്പിലുള്ള ഓക്സിജൻ. അങ്ങനെ ടോട്ടലി ആ കാർബൺ 3 ഓക്സിജൻ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്യും. ആ കാർബൺ 3 ഓക്സിജൻ ആറ്റത്തിനോട് അറ്റാച്ച്. മനസ്സിലായോ? അതെങ്ങനെയാണ് ആ ഓക്സിജൻ ആ കാർബൺ 2 ഓക്സിജനോടും 1 ഓക്സിജനോടും അറ്റാച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? COOHന്റെ കേസ് റിപ്പീറ്റ് ചെയ്യണോ? ഡബിൾ ബോണ്ട്സിനെ സെപ്പറേറ്റ് സിംഗിൾ ബോണ്ടായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. ഇവിടെ ഡബിൾ ബോണ്ടാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? കാർബൺ സിംഗിൾ ബോണ്ട് ഓക്സിജൻ, കാർബൺ സിംഗിൾ ബോണ്ട് ഓക്സിജൻ, അങ്ങനെ വേണം അത് കൺസിഡർ ചെയ്യാൻ. ആൻഡ് ഓൾറെഡി ഇവിടെ ഒരു കാർബൺ സിംഗിൾ ബോണ്ട് ഓക്സിജൻ ഉണ്ട്. അങ്ങനെ ടോട്ടലി ഈ കാർബൺ 3 ഓക്സിജൻ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇനി ഈ കാർബണിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡബിൾ ബോണ്ടഡ് ടു ആൻ ഓക്സിജൻ. സോ വി ഹാവ് ടു കൺസിഡർ ഡബിൾ ബോണ്ട് ആസ് സെപ്പറേറ്റ് സിംഗിൾ ബോണ്ട്സ്. കാർബൺ സിംഗിൾ ബോണ്ട് ഓക്സിജൻ, കാർബൺ സിംഗിൾ ബോണ്ട് ഓക്സിജൻ, അങ്ങനെ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. അപ്പോഴെന്താണ്? ദാറ്റ് കാർബൺ ഈസ് അറ്റാച്ച്ഡ് ടു 2 ഓക്സിജൻ ആറ്റംസ്. കാർബൺ സിംഗിൾ ബോണ്ട് ഓക്സിജൻ, കാർബൺ സിംഗിൾ ബോണ്ട് ഓക്സിജൻ. So that carbon is attached to 2 oxygen atoms, and here is an hydrogen atom plus 1 H. So this carbon is attached to 2 oxygen atoms and an hydrogen atom and a hydrogen atom. ഇവിടെയാണെങ്കിലോ ഈ കാർബൺ 2 ഹൈഡ്രജൻ ആറ്റത്തിനോടും 1 ഓക്സിജനോടും അറ്റാച്ച് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഓർഡർ ഓഫ് പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 3 ഓക്സിജനോടാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെ 2 ഓക്സിജനും 1 ഹൈഡ്രജനുമാണ്. ഇവിടെ 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ്. സോ ഹയർ അറ്റോമിക് നമ്പർ എവിടെയാണ് വരുന്നത്? ഓക്സിജനാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെയായിരിക്കും ഹയർ പ്രയോറിറ്റി. അത് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ സ്റ്റെപ്സ് തീർന്നിട്ടില്ല, 2 സ്റ്റെപ്സ് കൂടി ഉണ്ട്. അത് നമുക്ക് 4th അവർ പറയാം. അപ്പോൾ അപ്പോഴത്തേക്കും ട്യൂട്ടോറിയലിൻ്റെ നോട്ടും കൂടെ റെഡിയാക്കി വെക്കുക. അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ട്യൂട്ടോറിയൽ നോട്ടിലാണ് എഴുതുക, അതുകൂടെ എടുത്തു വെക്കുക.